അവിടെ ഫസ്റ്റ് നമ്മൾ പുഷ്പയുടെ ഫസ്റ്റ് കണ്ടി പ്രതീക്ഷിച്ച് വന്നേ ഷിന്റെ പൊന്നെ. ഇത് പുഷ്പയടാ, പുഷ്പരാജ്. ഫാൻസിനെ ആഘോഷിക്കാനുള്ള ഇല്ലേ പാട്ട്, ഡാൻസ്, സാരി കൊടുത്തുകൊണ്ടൊരു ഫൈറ്റ് ഉണ്ട് എന്റെ പൊന്നെ, കാണേണ്ടത് തന്നെ. നിങ്ങൾക്ക് ആരെങ്കിലും ശത്രുക്കൾ ഉണ്ടെങ്കിൽ ഈ പടം സജസ്റ്റ് ചെയ്യുക, വേറെ ഒന്നും പറയില്ല. വെറും കാട്ടവരോന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പൊന്നി ഫസ്റ്റ് ഹാഫ് ഒക്കെ കണ്ടിരിക്കാൻ കൊള്ളാം. സെക്കൻഡ് ഹാഫ് എന്തോ എന്റെ പൊന്നോ, സെക്കൻഡ് ഹാഫ് ഒരു വായിക്ക് കൊള്ളൂല. പാൻ ഇന്ത്യൻ കോമഡി പടം, ചിരിച്ചാവും എന്തൊക്കെ. അയ്യോ, പുഷ്പ 2 അസലത്തെ ഗേദലേ. 3:30 വന്ന് 3:30 മണിക്കൂറുള്ള പടം കണ്ട് ക്ഷീണം മാറാത്ത 3.5 മണിക്കൂർ നമ്മളെ ലിറ്ററലി തകർത്തു. ഒന്നാമത്തെ കാര്യം ഈ സിനിമയുടെ ഡ്യൂറേഷൻ. എന്തിനാണ് ഇത്രയും ഡ്യൂറേഷൻ വെച്ചത്? കേട്ടവര് 3 മണിക്കൂറാ എന്നാ പറഞ്ഞത്. എന്താ തോന്നിയത്? ഒരു കാരണവശാൽ ലാഗ് അടിക്കില്ല. കാരണം ലാഗ് അടിക്കാനുള്ള സ്പേസ് ഇല്ല. വെല്ലുവിളികൾ, ഫൈറ്റ്, ഫഹദ് ഫാസിൽ, രേഷ്മിക മന്ദാന, ഐറ്റം നമ്പർ ഇതൊക്കെ വന്നുകൊണ്ടിരിക്കുക. നമുക്ക് ബോറടിക്കാനുള്ള സ്പേസ് അവർ കൊടുത്തിട്ടുണ്ട്. എനിക്ക് അത്രയ്ക്ക് ദേഷ്യം വന്നു. എന്ത് വെറുപ്പീരായിരുന്നു അത്. ഇതിപ്പം ഫയറാണോ? ഇടയ്ക്ക് ഫയറായി, ഇടയ്ക്ക് ഫയറായി, ഇടയ്ക്ക് ചവറുമായി. ഞാൻ ആക്ച്വലി ഇപ്പോ ലാസ്റ്റ് കണ്ടതില് കങ്കു ആയിരിക്കും അവരാതെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇത് അതുക്കും മേലെ കാട്ടവരാതെ ഒന്നും പറയല്ല. ഓടോ കരയാണ്ട് കുറെ മലയാളി യൂണിറ്റ്സ് ഒക്കെ നെഗറ്റീവ് പറയുന്നു. എപ്പടി മാസ്, അത് തലയ്ക്ക് ഓളം ഇല്ലാത്ത 2000 കോടി അടിക്കാനുള്ള ഉണ്ടോ? 2000 കോടി അടിക്കുള്ളതെന്നല്ല, ഒരു 1500 അടിക്കും, എന്നാലേ അടിക്കും. അടിച്ചത് തന്നെ. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.